നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആലുവയിൽ 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ അമ്മ മാത്രമാണ് കേസിലെ പ്രതി. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും സദ്ഭാവന പുരസ്കാര സമർപ്പണവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലുവയിൽ 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ അമ്മ മാത്രമാണ് കേസിലെ പ്രതി. കുട്ടിയെ പീഡിപ്പിച്ച ചെറിയച്ഛനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ 101 സാക്ഷികളാണുള്ളത്. പുത്തൻകുരിശ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലാണ്. 2024 മെയ് 19-നാണ് മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് കുട്ടിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയത്. കുട്ടിയോട് അച്ഛന്റെ കുടുംബം കാണിച്ച അമിത വാത്സല്യവും പ്രതി നേരിട്ട ഒറ്റപ്പെടലുമാണ് കൊലപാതകത്തിനുള്ള കാരണമായി കുറ്റപത്രത്തിൽ പറയുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടി പീഡനത്തിനിരയായെന്ന കാര്യം പുറത്തറിയുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിതാവിന്റെ സഹോദരൻ കുട്ടിയെ പീഡിപ്പിച്ചതായി തെളിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും സദ്ഭാവന പുരസ്കാര സമർപ്പണവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പിന്തുടർച്ചയായിട്ട് പിന്നെ അന്നമനട പരമേട്ടൻ, പിന്നെ വീണ്ടും പുതിയ തലമുറക്ക് വാദ്യകലാകേന്ദ്രം ഇവിടെ അന്നമനട അച്യുതന്മാരുടെ എല്ലാം സ്മരണാർത്ഥം വാദ്യകലാകേന്ദ്രം, അങ്ങനെ പുതുമയാർന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രീതിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ മാറ്റത്തിനാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ആദ്യഘട്ടങ്ങളിൽ സംരംഭകരെ കാണുമ്പോൾ പ്രധാന പരാതി ഈ പഞ്ചായത്ത് ലൈസൻസില്ല, മുനിസിപ്പാലിറ്റി ഇല്ല. സർക്കാർ ഉദ്ദേശിക്കുന്നത് പരമാവധി ആരും സർക്കാർ ഓഫീസ് വരാൻ പാടില്ല. ഇതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി സോഷ്യൽ കെയർ ഫോറം സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിന് മന്ത്രി പി രാജീവ് സദ്ഭാവന പുരസ്കാരം സമർപ്പിച്ചു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സംസ്ഥാന ശ്രദ്ധ നേടിയ ഫൈസൽ അന്നമനടയെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരസമിതി അധ്യക്ഷരായ TK സതീശൻ, മഞ്ജു സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ OC രവി, അന്നമനട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീജ നസീർ, മോളി വർഗീസ്, MU കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് വാളൂരിൽ പുതിയ അംഗനവാടി മന്ദിരോദ്ഘാടനം നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച രീതിയിലാണ് ഈ അംഗനവാടി എല്ലാ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയതിന് പഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, VV ജയരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, P മീര, വിജി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ അവഗണനയ്ക്കും ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവരുടെ റെയിൽവേ വികസന അനാസ്ഥയ്ക്കുമെതിരെ LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഒരു അടിസ്ഥാന പ്രശ്നം ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ചാലക്കുടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിൻ്റെ ആഹ്വാനമനുസരിച്ച് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും CPIM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ ഘടകത്തിനു വേണ്ടിയും ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. CPIM മണ്ഡലം സെക്രട്ടറി CV ജോഫി അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, TP ജോണി, പോളി ഡേവിസ്, ജോസ് പൈനാടത്ത്, CP സജീവ്, പോൾ പുല്ലൻ, PD നാരായണൻ, സാബു സുൽത്താൻ, ഉഷ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ആദ്യകാല നക്സലൈറ്റ് നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന TN ജോയിയുടെ ചരമവാർഷിക ദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ ജോയോർമ സംഘടിപ്പിച്ചു.
TN ജോയി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സെമിനാറും പൊതുസമ്മേളനവും നടന്നു. 90 വർഷങ്ങൾക്ക് മുൻപ് E. മാധവൻ എഴുതിയ സ്വതന്ത്ര സമുദായം ഈഴവർ ഹിന്ദുക്കളല്ല എന്ന പുസ്തകത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പ്രൊഫസർ MV നാരായണൻ, ഡോക്ടർ TS ശ്യാംകുമാർ, വിനിത വിജയൻ, മായ പ്രമോദ്, PN ഗോപികൃഷ്ണൻ, C. ആദർശ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡോക്ടർ TS ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രഭാത ബുക്സ് പ്രസിദ്ധീകരിച്ച അത് കുമാരൻ്റെ MK കുമാരൻ്റെ അവതാരികയോടുകൂടെ പ്രസിദ്ധീകരിച്ച ഒരു കോപ്പി സാഹിത്യ അക്കാദമി ലൈബ്രറിയിലുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് സാഹിത്യ അക്കാദമി വിനോദ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചു. അന്ന് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഈ പുസ്തകം വാങ്ങിക്കാനായി സാഹിത്യ അക്കാദമിയുടെ ബുക്ക് സ്റ്റാളിൽ ചെന്ന് ഒറ്റ കോപ്പി പോലും കിട്ടിയില്ല. ഞാൻ ഈ പുസ്തകം ചോദിക്കുകയാണ്, സ്വതന്ത്ര സമുദായം എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എടുക്കണം. അത് പറഞ്ഞ വഴിക്ക് അവിടെ സ്റ്റാളിലിരുന്ന അദ്ദേഹത്തിന് ഞാൻ ശബ്ദം കൊണ്ട് മുമ്പേ അറിയുന്ന ഒരാളാണ്. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായിട്ട് പറഞ്ഞു, ആ പുസ്തകമില്ല, അത് കഴിഞ്ഞു. അപ്പോൾ സാഹിത്യ അക്കാദമിയിൽ നിന്ന് യുക്തിവാദികൾ വാങ്ങിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, എന്ത് പുസ്തകമാണത്, ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ ചില മന്ത്രിമാരുടെ ആരോ എഴുതിയതാണെന്ന് പറഞ്ഞ്. പുനർപ്രസിദ്ധീകരിച്ച സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം രചയിതാവായ E. മാധവന്റെ മകൻ CM ബേബിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഡോക്ടർ MV നാരായണൻ അധ്യക്ഷനായി. PN ഗോപികൃഷ്ണൻ, UT പ്രേംനാഥ്, M. ബിജുകുമാർ, KM ഗഫൂർ എന്നിവർ സംസാരിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി മുൻ MLA BD ദേവസി കൊണ്ടുവന്ന സമഗ്ര കുടിവെള്ള പദ്ധതി കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിച്ചെന്നാരോപിച്ച് LDF കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് നായരങ്ങാടിയിൽ ബഹുജന സമര ജ്വാല സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. TR ബാബു അധ്യക്ഷനായി. EA ജയതിലകൻ, CK സഹജൻ, CK ശശി, TN ജോഷി, NC ബോബൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലുവയിൽ 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ അമ്മ മാത്രമാണ് കേസിലെ പ്രതി. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും സദ്ഭാവന പുരസ്കാര സമർപ്പണവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.